നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. വയനാടും കണ്ണൂരും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടങ്ങൾ തുടരുകയാണ്. ക്രോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ പത്തനംതിട്ട, പെരുന്നാട് 400 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. കല്ലാർകുട്ടി, പെരിങ്ങൽകൂത്ത് ഡാമുകൾ തുറന്നു. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ പത്തനംതിട്ട, പെരുന്നാട്, അരയാഞ്ഞിലിമൺ ക്രോസ്വേ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. നദിക്ക് കുറുകെ മറുകരയെത്താൻ 400ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാതയാണ് ഒറ്റപ്പെട്ടത്. ഇതോടെ മേഖല ഒറ്റപ്പെടുകയായിരുന്നു. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോന്നി, അടവി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി താൽക്കാലികമായി നിർത്തിവെച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ കനത്ത കാറ്റിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വീണ് 4 വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു. കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട്. തലശ്ശേരി തലയിണയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താണു. മീത്തലെ ചമ്പാട് അങ്കണവാടിയിൽ വെള്ളം കയറി. നടാൽ ടൗണിലെ ബീച്ചിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി. കോഴിക്കോട് മലയോര മേഖലകളിൽ പുഴകളിൽ വെള്ളം ഉയർന്നു. കുറ്റ്യാടി മേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ചെറിയ കുളമ്പളം കട്ടക്കോട് റോഡിൽ മരം കടപുഴകി വീണു. പയ്യോളി ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പയ്യോളി ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി. ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. കുറ്റ്യാടി ചുരത്തിൽ 2 നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പുതുവൽ സ്വദേശി KP സുബയ്യയുടെ വീടിന് മുകളിലാണ് മരം വീണത്. വീട് ഭാഗികമായി തകർന്നെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന സുബയ്യയും ഭാര്യയും മകനും കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കൊച്ചിറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 3 വീടുകൾ അപകടാവസ്ഥയിലായിട്ടുണ്ട്. പുതുപ്പറമ്പിൽ സുന്ദരമൂർത്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. സമീപവാസികളായ വനരാജ്, രതീഷ് എന്നിവരുടെ വീടുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ പല സ്ഥലത്തും മരം വീണ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. മൂന്നാറിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തു നിന്ന് ഉൾപ്പെടെ 40 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ദേവികുളത്ത് കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടിന് കേടുപാട് സംഭവിച്ചു. എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. കല്ലാർകുട്ടി മണലിൽ വാസുവിന്റെ വീട് ഇന്നലെ ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും മരം വീണ് തകർന്നു. ആർക്കും പരിക്കില്ല. അടിമാലിക്ക് സമീപം വാളറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസിന് മുകളിലേക്ക് ഇല്ലി ഒടിഞ്ഞു വീണു. ബസിന്റെ കുട്ടികൾ ഇല്ലാതിരുന്നാൽ വൻ അപായമാണ് ഒഴിവായത്. കോട്ടയം ജില്ലയിൽ കിഴക്കൻ മലയോര മേഖലയിലാണ് മഴ കൂടുതൽ ശക്തം. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നു. ജില്ലയിലെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലത്ത് ശക്തമായ കാറ്റിലും മഴയിലും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ അന്നദാന ഹാളിന്റെ ഒരു ഭാഗവും തകർന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.